ഹേയ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്ന് നമ്മുടെ താറ് നമ്മളൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ നമ്മുടെ താറ് നമ്മൾ ലക്കിയണൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ വർഷം മേടിച്ച താറാണ്. സോ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് പോയ സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരനെ കൊടുത്തിരുന്നു. അവനിപ്പോൾ നമുക്കിത് തന്നിട്ട് 2-3 ദിവസമായി. എന്നാലും വണ്ടി ഇന്നാണ് നമ്മളൊന്ന് തൊട്ട് നോക്കുന്നത്. കുറേ കാലമായി താറ് ഓടിച്ചിട്ട്. ഇത് നമുക്ക് നേരെ നമ്മുടെ വേറൊരു കൂട്ടുകാരൻ്റെ ഗ്യാരേജ് ബാക്ക് തട്ടിയെന്നാണ് തോന്നുന്നത്, സാരമില്ല, അവൻ്റെ ഗ്യാരേജിലോട്ട് പോകണം. ഡോറൊക്കെ ഇളകി കിടക്കുവാണ്. ഡോറൊക്കെ നമുക്കൊന്ന് സെറ്റാക്കണം, പിന്നെ കളറൊന്ന് മാറ്റണം, പിന്നെ കുറച്ച് സംഭവങ്ങൾ ചെയ്ത് മോഡിഫൈ ചെയ്ത് എടുക്കാനുണ്ട്. സംഭവം കുറച്ച് ഹെവി ലുക്കാക്കാനാണ്. സോ നമുക്ക് എന്തായാലും നേരെ ചെല്ലാം. അവൻ്റെ സ്ഥലം എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. ഞാൻ കുറേ കാലമായി ഈ സിറ്റിയിൽ വന്നിട്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം തന്നെ പോയിട്ട് പെട്രോൾ അടിക്കണം. പെട്രോളല്ല ഡീസലല്ല പെട്രോൾ, ഇതിലേതെങ്കിലും ഒരെണ്ണം അടിക്കണം. അടിച്ചിട്ട് വേണം നമുക്ക് നേരെ വിട്ടടിച്ച് പോകാൻ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ പുതിയ വീട്ടിലൊന്ന് കയറണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. നമ്മൾ പുതിയൊരു വീട് മേടിച്ചായിരുന്നു. നമുക്ക് ഓൾറെഡി അയ്യോ ഇവൻ്റെയൊക്കെ ബൈക്ക് വരുന്നത് ഞാൻ കാണുന്ന പോലും ഇല്ലോടെ. ഓടിക്കോ ചാടിക്കോ മോനെ, ബ്രേക്ക് പിടിച്ചോ. ഓക്കെ, വണ്ടിയൊക്കെ ചെരിഞ്ഞും മറിഞ്ഞൊരു ഹെവി ലുക്കാണ് ഇപ്പം തന്നെ. നമുക്ക് എന്നാലും ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യണമെന്നൊരാഗ്രഹം. കൊള്ളില്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ അടിച്ച് മാറ്റുന്നതായിരിക്കും. അപ്പം തന്നെ അല്ല, കുറച്ച് നേരമൊക്കെ കഴിഞ്ഞു. ഓക്കെ, പെട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ ഗ്യാരേജിലോട്ട് പോവാം. ഗ്യാരേജ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ പോകണം. എന്തായാലും നമുക്ക് ഇന്ന് തന്നെ വണ്ടി കിട്ടത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വേണം വന്ന് വണ്ടി എടുക്കാനായിട്ട്. അത് അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. ഈ റോട്ടിൽ കൂടെ ഈ വണ്ടി ഒന്ന് കൊണ്ടുപോയി അവിടെ ചെന്നൊന്ന് എത്തിക്കണത് വരെ എനിക്ക് സമാധാനമില്ല. കാരണം ഞാൻ അത്രയ്ക്കും നല്ല ഡ്രൈവറാണ് ഇതിൻ്റെ അകത്ത്. സോ എവിടെയെങ്കിലും ചെന്ന് കയറും, വണ്ടി മൊത്തത്തിൽ കുളമാവും. നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്ന നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ട് വണ്ടി ആദ്യം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഇപ്പോൾ ഇടിച്ചാൻ എൻ്റെ പൊന്നോ. ഇപ്പന്മാരിവിടെ ഈ റാമ്പൊക്കെ കൊണ്ട് വെച്ചിട്ട് എനിക്കാണെങ്കിൽ ഇടയ്ക്ക് വണ്ടി കൊണ്ട് പോകുമ്പോൾ അവിടേക്കൊന്ന് കയറണം എന്നൊക്കെ തോന്നണം. തട്ടി എന്നാലും സാരമില്ല. ഇവിടുന്ന് അടുത്തെത്താറയപ്പോൾ ചെറിയൊരു തട്ടാണ്. അത് വണ്ടിക്കും കുഴപ്പമില്ല, അവനും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ആർക്കും കുഴപ്പമില്ല. മോനെ നീക്കൊന്ന് നോക്കി കൊണ്ടൊക്കെ പോകണ്ടേ. ഇവനെ കൊണ്ട് നമ്മുടെ ഗ്യാരേജ് എത്താനായിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒത്തിരി ദൂരമൊന്നും പോകാനില്ല. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നമ്മളാണെങ്കിൽ എൻ്റെ പൊന്നു ഇതിൽ കയറിപ്പോയി അങ്ങോട്ടൊക്കെ പോകണമായിരുന്നു. അതൊക്കെ ഞാൻ മറന്നു പോയടാ. ഗ്യാരേജ് ഇവിടെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ കയറണോ? അയ്യോ, അപ്പുറം വഴി ഉണ്ടായിരുന്നു, അതിൽ കയറായിരുന്നു. ഗ്യാരേജ് ഇവിടെ തട്ടുവാടാ ഈ ഭിത്തിക്കകത്ത് ഒട്ടിയിരിക്കുമോ ഇപ്പോൾ. സോ നമുക്ക് വണ്ടി ഇവിടെ കൊണ്ടുവന്നിടാം. എന്നോട് അവൻ പറഞ്ഞു നീ ഇവിടെ കൊണ്ട് വണ്ടി ഇട്ടേരെ, അവൻ വന്ന് മോഡിഫൈ ആയിട്ട് തന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് നമുക്ക് പോകാം. നമുക്ക് ഇവിടുന്ന് പോകാല്ലേ. അവൻ്റെ ഓടി എടുത്തോണ്ട് ഞാനിങ്ങ് പോകുന്നു വീട്ടിലോട്ട്. ഇനിയിപ്പോൾ 3-4 ദിവസം കഴിഞ്ഞ് നമുക്ക് വണ്ടി തിരിച്ചുകൊണ്ട് കൊടുക്കാൻ. എനിക്ക് അവിടെ നിന്ന് പോരാൻ വേണ്ടി വണ്ടിയില്ലായിരുന്നു. എൻ്റെ മണ്ടനാണല്ലോ, എൻ്റെ വണ്ടി അവിടെ കൊണ്ടിട്ട് എനിക്ക് തിരിച്ചു വരാൻ വണ്ടിയില്ല. ഞാനിവിടെ കുറേ നേരം നിന്നപ്പോൾ അവൻ വന്നു. അപ്പോൾ അവൻ്റെ വണ്ടി എടുത്തോണ്ട് ഞാനിങ്ങ് പോകുന്നു. എന്തായാലും നമുക്ക് ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് വേണം അവിടെ പോകാൻ വേണ്ടി. ഓക്കെ ബായ്, 3 ദിവസം കഴിഞ്ഞ് കാണാം. ഫൈനലി 2 ആഴ്ച കഴിഞ്ഞ് വണ്ടി അവിടെ കൊണ്ട് ഇട്ടിട്ട് എന്നെ ഇപ്പോഴാണ് ആ തെണ്ടി വിളിക്കണത്. സോ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. അവൻ്റെ ഓടി ഞാൻ അവിടെ കൊണ്ട് ഇട്ട പോലെ തന്നെ ഇട്ടിട്ടുണ്ടോ. 2 ആഴ്ച അങ്ങനെ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഞാനത് തൊട്ട് പോലും ഇല്ല. എന്നെ അറിയാലോ, ഞാൻ പോയി തൊട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ എവിടെയെങ്കിലും ചെന്ന് വണ്ടി ഇടിച്ച് കഴിഞ്ഞ് മറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ സീനാവും. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തില്ലായിരുന്നു. ഇപ്പോൾ അവൻ വിളിച്ചിട്ട് 2 ആഴ്ചയായി തെണ്ടി എന്നെ എടുക്കുമായിരുന്നു. എനിക്കറിയാൻ പാടില്ല, കുറേ നാളായി. ഞാൻ ആ വണ്ടിയുടെ കാര്യം മറന്നു എന്നാണ് ഓർത്ത്. അവനെ വിളിക്കാനും മറന്നു വിട്ടു. നമ്മുടെ താരേക്ക് ഞാൻ മറന്നു. ഞാൻ നമ്മുടെ റോൾസ് റോയ്സ് ആണെങ്കിൽ ലക്കിയാണ് കൊടുത്തു വിട്ടൊക്കെ. പുള്ളി അതെവിടെയോ കൊണ്ട് കയറ്റി ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോകണം. അത് വേറെ പരിപാടിയാണ്. അത് നമുക്ക് വേറെ ദിവസം പോകാമെന്ന് ഓർത്തിരിക്കുവാണ്. നമുക്ക് പഞ്ചാബ് വരെ ഒന്ന് പോകണം. ഇവിടുന്ന് എന്തായാലും നമ്മുടെ വണ്ടി ഇത് തട്ടാതെ ഇവിടെ ഒന്ന് എത്തിക്കളോണ്ട് അവിടെ വരെ. അത് പറ്റണല്ലോ എന്നെ കൊണ്ട്. ഇതിലായിരുന്നു കയറേണ്ട. അന്ന് വന്നപ്പോൾ ഇതിലായിരുന്നു കയറേണ്ടത്. ഞാൻ അപ്പുറം വഴി കൊണ്ടുവന്ന് ആ ഭിത്തിക്കിട്ട് 2 തട്ടുന്നുണ്ട്. ഇതേ നമ്മുടെ വണ്ടി എൻ്റെ മോനേടാ. ഞാൻ മറ്റേ ആന ടയറൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇച്ചിരി പൊക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ബൈക്കുകാർക്കൊക്കെ നമുക്ക് വഴി കൊടുക്കാൻ പറ്റും. കാരണം ബൈക്കുകാർക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ പോകോളും. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടിയായിട്ട്. സോ നമ്മുടെ വണ്ടിയുടെ കളർ റെഡ് ആയിരുന്നു, നമ്മൾ ബ്ലാക്കിലോട്ട് മാറ്റി. കുറച്ച് ദിവസത്തേക്ക് ഈ മോഡിഫിക്കേഷൻ ഉള്ളൂ. ഇത് നമ്മൾ തിരിച്ച് നമ്മുടെ പഴയ ലുക്കിലോട്ട് കൊണ്ടുവരും. സോ നമുക്ക് എന്തായാലും ഈ വണ്ടി ആദ്യമേ എടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടിടാം. നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടതിന് ശേഷം നമുക്ക് ഈ ഓടി കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ, അല്ല കുറച്ച് ദിവസം അല്ല, അന്ന് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. എന്നാലും സാരമില്ല. എടാ വിറ്റ് തട്ടുപോടാ, ഇവിടെ തട്ടില്ല അല്ലേ. ഓക്കെ, എന്തായാലും നമ്മുടെ ഓടി അവൻ്റെ ഓടിക്ക് കുറച്ച് പെട്രോൾ അടിച്ചു കൊടുക്കണം. കാരണം ഞാൻ എന്തായാലും ഇവിടെ വരെ പോയതല്ലേ. ഭയങ്കര മൈലേജ് കുറവുള്ള വണ്ടിയാണ് ഈ ഓടി. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാമുള്ള. ബൈക്കുകാരനൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ വേണേൽ പോകട്ടോ. അത്രയ്ക്ക് സ്പേസ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ. അത് വേറൊരു കാര്യം. പിന്നെന്താ, വണ്ടിക്ക് നല്ല ഹെവി ലുക്ക് കൊണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് പിടുത്തവും കിട്ടുന്നുണ്ട്. കണ്ടോ ഇപ്പം മറ്റേ പാട്ടിനായിരുന്നെങ്കിൽ നമ്മളിപ്പം വളഞ്ഞാടിച്ച് അവിടെ കിടന്നതിൻ്റെ പൊന്നു മച്ചാനെ പിന്നെ പറയണ്ടല്ലോ. സോ നമ്മുടെ വണ്ടിക്ക് നല്ല ഒരു ഗ്രിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ടയർ ആയതുകൊണ്ട് തന്നെ. എത്ര കാലം ഇതുണ്ടാവും എന്നറിയാൻ പാടില്ല. എന്തായാലും ഇപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാല്ലേ. ഹമ്പട സണ്ണിക്കുട്ടാ, വണ്ടി തിരിഞ്ഞടാ മോനെ.
ഓക്കെ വീട് അല്ല അവിടെ അല്ലടാ ഡോർ. ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് ബ്രേക്ക് പിടിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ അത്രയ്ക്ക് സ്പീഡിലാണ് വന്നത്. വീട്ടിലോട്ട് ഈ സാധനം ഒന്ന് കയറ്റി വെച്ചാൽ മതി എന്നായിപ്പോയി എനിക്ക്. സോ നമ്മുടെ ഇന്നത്തെ വിളിച്ചുള്ള മച്ചന്മാർ ലൈക്ക് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ കൊടുപ്പിക്കും. ഗുഡ് ബൈ.